CPM-ൽ സോ കോൾഡ് വിഭാഗീയത കത്തിനിന്ന കാലത്തേക്കാളും ഭയാനകമായ കാര്യങ്ങളാണ്, സംഭവങ്ങളാണ് ഇപ്പോൾ CPM-ൽ അങ്ങോളം ഇങ്ങോളം, കേരളത്തിലെ CPM-ൽ അങ്ങോളം ഇങ്ങോളം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഏരിയ കമ്മിറ്റികളും പിരിച്ചുവിടപ്പെടുകയാണ്. ഓരോ ഏരിയ സെക്രട്ടറിമാരെയും അംഗീകരിക്കാതെ ജില്ലാ സെക്രട്ടറിമാർ പറയുന്ന സെക്രട്ടറിമാരെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവരുടെ ആ അധീശ മനോഭാവം നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതുപോലെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അധീശ മനോഭാവം ഇങ്ങനെ വളരുകയാണ്. ഓരോരുത്തരുടെയും ഉള്ളിൽ മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്തണം, ഒതുക്കണം, അങ്ങനെയാണ് അധികാരം ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ള മിഥ്യാധാരണ കൊണ്ട് അങ്ങനെയൊക്കെയാണ് അവരുടെ നേതാക്കന്മാർ അവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നതും കാണിച്ചു കൊടുത്തിരിക്കുന്നതും മാതൃകയായിട്ട് അവരുടെ മുന്നിലുള്ളതും അവരൊക്കെ തന്നെയാണ്. അങ്ങനെ CPM തകരുകയാണ് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരേ ഒരു കാര്യം. ഏകാധിപത്യ പ്രവണതകളെ എതിർക്കാനായിട്ട് ജില്ലാ ഘടകങ്ങൾക്ക് കഴിയാതെ വന്നതുകൊണ്ടാണ് ഈ തകർച്ച, ഇന്ന് അനുഭവിക്കുന്ന ഈ തകർച്ച CPM അനുഭവിക്കുന്നത്. സോവിയറ്റ് യൂണിയനിലും ഉണ്ടായ തകർച്ച നമുക്കറിയാം. അവിടെയും ഏകാധിപത്യ ഭരണ സംവിധാനങ്ങളാണ് നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ തകർച്ച അനിവാര്യമായത്. കാരണം മുകളിൽ നിന്ന് പറയുന്ന ഒന്ന് താഴെത്തട്ടിൽ ഉള്ളവർ അനുസരിക്കുക എന്നുള്ള കാര്യമാണ് നടന്നുകൊണ്ടിരുന്നത്. യാതൊരു തരത്തിലുള്ള ചർച്ചയും അനുവദനീയമല്ലായിരുന്നു. ഇപ്പോൾ സ്റ്റാലിൻ്റെ കാലഘട്ടത്തിൽ ഒരാളൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം അയാളുടെ ഡെഡ് ബോഡി എവിടെയെങ്കിലുമൊക്കെ കാണപ്പെടുകയായിരുന്നു പതിവ്. എതിർക്കാൻ പാടില്ല. എന്ത് തെറ്റ് ചെയ്താലും നേതാവ് എന്ത് തെറ്റ് ചെയ്താലും എതിർക്കാൻ പാടില്ല. അതെല്ലാം അങ്ങനെ തന്നെ അംഗീകരിച്ചോളണം, അനുസരിച്ചോളണം. അങ്ങനെ വന്നാണ് ജീർണത ഈ പാർട്ടിയെ അങ്ങനെ ആകമാനം മൂടിയത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ഈ പാർട്ടിയെ അങ്ങനെ മൂടിയത് ഇത് തന്നെ നമുക്ക് കാണാവുന്നതാണ്. അതിൻ്റെ ചില ചലനങ്ങളൊക്കെ, അത്തരം പ്രവണതകളൊക്കെ CPI-ലും നമ്മൾ കാണുന്നതാണ്. CPI-ML മാർക്സിസ്റ്റിലും CPI-ML അവരിലും ഒക്കെ ഇതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതെല്ലാം നിന്നുപോയതും വിഘടിച്ചു പോയതും മരവിച്ചു പോയതും. ഇതൊന്നും മനസ്സിലാക്കാതെ വീണ്ടും നേതൃത്വം, നേതാക്കന്മാരായിട്ടിരിക്കുന്ന ആളുകൾ അവരിത് കണ്ടച്ചു വിടുകയാണോ, അതോ പാർട്ടിക്ക് സംഭവിക്കുന്ന ഈ അപജയത്തെ ഒന്ന് തുറന്ന് എതിർക്കാൻ പോലും പോളിറ്റ് ബ്യൂറോയിലോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിലോ ഒന്നും ആരുമില്ല. അവിടെ നേതാവ് പറയുന്നതാണ്. കാരണം നേതാവാണ് പണം പിരിച്ചു കൊടുക്കുന്നത്. 4000 കോടി രൂപയൊക്കെ പാർട്ടിക്ക് പണം പിരിച്ചു കൊടുക്കുന്നയാൾ നേതാവാണ്. ആ നേതാവിനെ അനുസരിക്കല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ ചേർന്നിരിക്കുന്നത്. ഈ പണപരമായിട്ടുള്ള പണത്തിൻ്റെ അധീശത്വമാണ് ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത്. അധികാരം പ്ലസ് പണം ഈക്വൽ ടു അധികാരം എന്ന് പറഞ്ഞതുപോലെ തന്നെ അധികാരത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി താഴെത്തട്ടിലുള്ള ആളുകൾ ഈ അധികാരികളുടെ മൂടുതാങ്ങികളായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം അവർക്കും അവരുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്താനായിട്ട് ഉണ്ടാവും. ഇങ്ങനെ ചെറു കാര്യങ്ങൾ നടത്തിയാണ് വലിയ കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നത്. ഇവിടെ കള്ളക്കടത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ചില കൊലപാതകങ്ങളെ കുറിച്ചോ ആർക്കും ഒന്നും മിണ്ടാനായിട്ട് സാധിക്കുന്നില്ല. അതിനെ എതിർത്ത് സംസാരിക്കാനായിട്ട് സാധിക്കുന്നില്ല. സിദ്ധാർത്ഥൻ്റെ കൊലപാതകം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പരിശോധിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയാണ് വീണ്ടും ഈ പാർട്ടി പോകാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്കിൽ ഇത് തകർച്ചയിലേക്ക്. ജി സുധാകരനോട് ചോദിച്ചപ്പോൾ ജി സുധാകരൻ എല്ലാം ചിരിച്ചു തള്ളുകയാണ് ചെയ്തത്. പണ്ട് പാർട്ടി തോറ്റപ്പോൾ, ലോക്സഭാ ഇലക്ഷനിൽ പാർട്ടി തോറ്റപ്പോൾ അച്യുതാനന്ദൻ സഖാവ് ചിരിച്ചു എന്ന് പറഞ്ഞപ്പോൾ വേറൊരു ആൾ പറഞ്ഞു, കൂട്ടിൽ കാഷ്ടിക്കുന്ന പക്ഷിയുടെ സ്വഭാവമാണ് അത് എന്ന് പറഞ്ഞു. എന്താ ഇപ്പോൾ വീണ്ടും അത് തന്നെ വന്നേക്കാണ്. ഒരു നേതാവ് ചിരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നേതാവിനെ പുറത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്? ഈ ജനങ്ങൾ മുഴുവൻ ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഈ അച്യുതാനന്ദൻ സഖാവും അതുപോലുള്ള ആളുകളൊക്കെ ചിരിക്കുന്നത്. ചിരി സ്വാഭാവികമായിട്ട് വന്നു പോകുന്നതാണ് എന്നുള്ള കാര്യം ഇവരാരും മനസ്സിലാക്കുന്നതും ഇല്ല. അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിക്ക് വലിയ ആയുസ്സൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പലരും ചൂണ്ടിക്കാണിച്ചിട്ട് പോലും ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. കേരളത്തിൽ ബംഗാളിലെയും ത്രിപുരയിലെയും ഒക്കെ അവസ്ഥ വന്നു ചേരും എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഇവരാരും ഒന്നും നോക്കാനായിട്ട് തയ്യാറില്ല. കാരണം അവരെല്ലാം സമ്പാദിച്ചു കഴിഞ്ഞു. അവരെല്ലാം സമ്പന്നന്മാരായി, അവരെല്ലാം കോടീശ്വരന്മാരായി. ഇനി അവർക്കൊന്നും തിരിഞ്ഞു നോക്കേണ്ടതായിട്ടില്ല.
ഇവിടുത്തെ പാവങ്ങളെ കുറിച്ചൊക്കെ വാക്കുകളിൽ പറയും എന്നുള്ളതല്ലാതെ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്നുള്ള പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കിട്ടി വന്നപ്പോൾ ആർക്കാ കിട്ടി? കർഷകർക്ക് കിട്ടി. കർഷക തൊഴിലാളിക്കൊന്നും അന്നൊന്നും കിട്ടിയില്ല. അപ്പോൾ അന്നു മുതൽ തുടങ്ങിയതാണ് ഈ അപജയം എന്നുള്ള കാര്യം ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് വന്ന് അവർ തീവ്രവാദികളുടെ കൂടെ അവരുടെ വോട്ട് വാങ്ങിച്ച് അവരുടെ കയ്യിൽ നിന്നുള്ള വോട്ട് വാങ്ങിച്ച് ജയിച്ച് വീണ്ടും അധികാരത്തിലെത്തുകയും വീണ്ടും പണം സമ്പാദിക്കുകയും ഒക്കെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടുള്ളൊരു പൊട്ടിത്തെറിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമാണ് നമുക്ക് കരുതാനായിട്ട് സാധിക്കുകയുള്ളൂ.